അപ്പോൾ JEE 2022 ഫിസിക്സ് എന്ന് ചോദിച്ചത് ചോദ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനൊരു ട്രിക്ക് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അല്ലാണ്ട് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ചോദിച്ചതാണ്. ആദ്യം അവരെന്താ പറഞ്ഞത്, ഒരു ടവർ, അതിന്റെ മേലെ ഒരു ബോൾ, എന്നിട്ട് ഒരു മേലേക്ക് ആദ്യം എറിഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് എത്തി, പിന്നെ താഴേക്ക് കുത്തനെ എറിഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് എത്തി, പിന്നെ മൂന്നാമത് റിലീസ് ചെയ്തു. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ടൈമാണ് പറഞ്ഞുള്ളത്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് എല്ലാത്തിനും സെയിം ആണ്. മേലെ നിന്നും താഴേക്കാണ് എത്തുന്നത്, പൊസിഷനും വേറെ മാറുന്നില്ല. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മേലേക്ക് പ്ലസും താഴേക്ക് മൈനസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മേലെ, ബോർഡ് മേലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ താഴേക്കാണ് ഈ ഡിസ്റ്റൻസ് വരിക, ടവറിന്റെ ഹൈറ്റ്. അപ്പോൾ -h വേണം, എന്നിട്ട് ut പ്ലസ് ഹാഫ് it സ്ക്വയർ. അപ്പോൾ ഫസ്റ്റത്തെ സിനാരിയോ എടുക്കുമ്പോൾ മേലേക്കാണ് നമ്മൾ ആദ്യം അറിയണത്. അപ്പോൾ പോസിറ്റീവ് വരിക, u t അവിടെ ആറാണ്, പ്ലസ് ഹാഫ് എ പറഞ്ഞ ഗ്രാവിറ്റി ഇത് താഴേക്കല്ല, അപ്പോൾ -g 36, ആറിന്റെ സ്ക്വയർ 36. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇതായി. രണ്ടാമത്തെ ഇക്വേഷൻ -h ആണ്. രണ്ടാമത്തെ ബോൾ താഴേക്ക് കുത്തനെ വരണം, അപ്പോൾ -u ആണ് വരിക. -u ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5, അതായത് 3/2 പ്ലസ് ഹാഫ്, ഇതിലും g നെഗറ്റീവ് തന്നെയാണ്, പിന്നെ 3/2 സ്ക്വയർ 9/4 ഇതായി. ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ h ഒരു വാല്യൂ കിട്ടും. അത് പിന്നെ മൂന്നാമത്തെ ബോൾ വെറുതെ റിലീസ് ചെയ്തതിൽ h താഴേക്ക് തന്നെ റിലീസ് ചെയ്യില്ല, അപ്പോൾ ut എന്ന് പറയുന്നത് u0 ആണ്, അപ്പോൾ അത് പോയി. പ്ലസ് ഹാഫ് g നെഗറ്റീവ് തന്നെയാണ്, -g t സ്ക്വയർ. ഈ t ആണ് വേണ്ടത്. നമുക്ക് ഇതിന്നൊരു h കിട്ടും. ആ h നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഈ ടിയുടെ ഇക്വേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ t 3 കിട്ടുക. ഇതാണ് ഇതിന് ഒരു മെത്തേഡ്. ട്രിക്ക് വഴി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ അവർ തരും. ആദ്യം മേലേക്ക് ഇങ്ങനെ എറിയും, പിന്നെ താഴേക്ക് കുത്തനെ എറിയും, പിന്നെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലേക്ക് എറിയണതിന് T1, താഴേക്ക് കുത്തനെ എറിയണതിന് T2, വെറുതെ റിലീസ് ചെയ്യണതിനെ T എന്ന് വിളിക്കാം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ തന്നെ. അപ്പോൾ ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ √T2 × T1 ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ T1 6, T2 1.5, 3/2. അപ്പോൾ ഇതും കട്ടായി പോകുമ്പോൾ √3 സ്ക്വയർ, അതാണ് T3. ഇങ്ങനെയാണ് ചെയ്യുക.